സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ സർവൈവർ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് 4th പാർട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട്, കാരണം എന്താണെന്ന് വെച്ചാൽ പനിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പം ആരും ചോദിക്കാനൊന്നുമില്ല എന്താണ് വീഡിയോ ഇടാത്തതെന്നൊന്നും ആരും ചോദിക്കാനില്ല. അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യുക ഗൈസ്. ഓക്കെ, ഒരു സബ്സ്ക്രൈബ് നമുക്ക് മുഖ്യമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിപ്പോൾ ബാക്കിലൊരു സംഭവമെല്ലാം കണ്ടിട്ടുണ്ടാവും. ഞാൻ എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. ഞാൻ ഇത്രയും ദിവസം വെറുതെ ഒന്നും ഇരുന്നിട്ടില്ല. ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിരുന്നു. ഞാൻ വെറുതെ ഇരിക്കാൻ നിന്നിട്ടില്ല. പനി ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തില്ല എന്നേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഒരു മോബ് ഫാം ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെയാണെങ്കിൽ ഞാൻ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ട് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അങ്ങോട്ട് എഫിഷ്യൻ്റ് അല്ല. കാരണം കുറേ നേരം നിൽക്കണം അവിടെ. നമ്മൾ കുറേ നേരം നിന്നാലേ ഉള്ളൂ മോബ്സ് എല്ലാം വീഴും ഗൈസ്. പെട്ടെന്ന് അത്ര എഫിഷ്യൻ്റ് ഒന്നല്ല. ഞാൻ കുറേ നേരം നിന്നിട്ട് കിട്ടിയ ലൂട്ടാണ് ഇത് തന്നെ. അത്യാവശ്യം കുറേ നേരം നിന്നിട്ടായിരുന്നു ഗൈസ്. ഇത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ബിൽഡ് ചെയ്തതാണ്. അപ്പം ഞാൻ ഇതൊന്നും വീഡിയോയിൽ കാണിക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എൻചാൻറ്റിങ് ടേബിൾ പണിയണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇതെല്ലാം എൻചാൻറ്റ് ചെയ്യണം നമുക്ക്. അല്ലെങ്കിൽ വലിയ പ്രൊട്ടക്ഷൻ ഒന്നും ഉണ്ടാകത്തില്ല ഇപ്പം തന്നെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മോബ് ഫാം പണിയത്. പിന്നെ അവിടെ ഒരു ഷുഗർ കെയിൻ ഫാമും കൂടി പണിയിട്ടുണ്ട്. കാരണം നമുക്ക് പേപ്പറും കൂടി വേണ്ടതാണ് ഗൈസ്. പേപ്പറും ലെതറും XP ആണ് വേണ്ടത്. അപ്പം മറ്റേ ലെതർ നമുക്ക് അവിടെ പശുവുണ്ട്, പശുവിനെ ഒരിക്കലും സെറ്റാക്കാം. പിന്നെ ഷുഗർ കെയിൻ ഞാൻ ഇപ്പോൾ ഇവിടെ നട്ട് വെച്ച് ഇനിയിപ്പം ലെവൽ അതിൻ്റെ അകത്ത് ഒപ്പിക്കണം. ആ കുറേ നേരം നിന്നിട്ടാണ് കിട്ടുക ഗൈസ്. അത്യാവശ്യം നല്ല കുറേ നേരം നിൽക്കണം. ഇതിപ്പോൾ തന്നെ കുറേ നേരം ഞാൻ നിന്നിട്ടാണ് അത്രയും കിട്ടിയത് ഗൈസ്. പിന്നെ നമുക്ക് പശുവിന് കുറച്ചിത് കൊടുക്കാം. പിന്നെ ഇന്നത്തെ എപ്പിസോഡിന് ഒരു ചെറിയ ഇതേ ഉള്ളൂ ഗൈസ്. നമുക്ക് എൻജാൻറ്റിങ് സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി വെക്കുക മാത്രമേ ചെയ്യണ്ടു ഗൈസ്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ലെതറാണെങ്കിൽ എൻ്റെ കയ്യിൽ 21 ഉണ്ട്. ഇഷ്ടം പോലെ ലെതറുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ 18 ബുക്ക് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അതിലാണ് ഗൈസ്. അപ്പം നമ്മൾ ഞാനിന്നും വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. കാരണം ഇനി ഞാനെപ്പം വോയിസ് ഓവർ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് ഗൈസ്. ഞാൻ ഇന്ന് തന്നെ ലൈവ് ഇടും ഗൈസ്. അപ്പം ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കാണാൻ വരിക. ആരും കാണുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഞാൻ ലൈവ് ഇടും. കാരണം കുറേ പണി ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് എല്ലാം വീഡിയോയിൽ ചെയ്യാൻ നിന്നാൽ നല്ല പാടുണ്ട് ഗൈസ്. ലൈവിലാകുമ്പോൾ അങ്ങ് ഇട്ടാൽ മതി, കാണുന്നവർ കാണട്ടെ, കണ്ടിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഒക്കെ അത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ ഞാനിവിടെ ജസ്റ്റ് ഒരു ചെറിയൊരു സംഭവം ബിൽഡ് ചെയ്യാനുണ്ട്, റൂം പോലെ. അത് നമ്മുടെ ഒരു ടാസ്ക് അല്ല ഇതൊക്കെ ഉള്ളത്. പിന്നെ ഗൈസ്, ഈ റോഡ് ഞാൻ എന്തിനാണ് സെക്കൻഡ് എപ്പിസോഡ് ബിൽഡ് ചെയ്തതെന്ന് ഒരു പിടിയില്ല ഗൈസ്. വെറുതെയാണ് ഇത് ബിൽഡ് ചെയ്തത്. അതുകൊണ്ട് ഇതിനൊരു യൂസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേഗം ഇതിൻ്റെ ബാക്കിയും കുറേ ബിൽഡിങ്സ് എല്ലാം കൊണ്ടുവരണം. അതിന് നമുക്ക് വേഗം തുടങ്ങുകയുള്ളൂ. അപ്പം തുടങ്ങണം. അപ്പോൾ അതിന് മൈൻക്രാഫ്റ്റിൻ്റെതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ വേഗം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ലൈവ് ഇടുന്നത്. ലൈവിലാകുമ്പോൾ അങ്ങ് തീർത്താൽ മതി, ചെയ്താൽ മതി. വീഡിയോ ആകുമ്പോൾ റെക്കോർഡാക്കി ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്ത് എല്ലാം ചെയ്യണമല്ലോ ഗൈസ്. ഓക്കെ, അതൊക്കെയാണ്. അപ്പം നിങ്ങൾ എല്ലാം കണ്ടോളൂ ഗൈസ്. നിങ്ങൾ ടൈം ലാപ്സ് ഉണ്ടോ?
അപ്പോൾ ഗൈസ് ഇനി നമുക്ക് എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ലാവ വേണം, മറ്റേ ഒബ്സിഡിയൻ വേണം. അതിന് നമുക്ക് ലാവ അടുക്ക പോയിട്ട് ഒബ്സിഡിയൻ മൈൻ ചെയ്തിട്ട് വരണം. താഴെ ഞാൻ മൈൻ ചെയ്ത് പോകുന്നതിൻ്റെ സ്ഥലത്ത് ഉണ്ട് ഒരു ലാവ പൂള്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എടുത്തിട്ട് വരാം. നിങ്ങൾ ബാക്കിയും കൂടി ഒരു ടൈം ലാപ്സ് കണ്ടോ. അപ്പം നമുക്ക് പിന്നെ പോർട്ടലും കൂടി ഉണ്ടാക്കാനുണ്ട് ഗൈസ്. അപ്പോൾ ഒബ്സിഡിയൻ മൈൻ ചെയ്യുന്ന ടൈം ലാപ്സ് കണ്ടോ പറ്റും. ഗൈസ് അപ്പോൾ നമ്മൾ ഓപ്ഷനെ മൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പോർട്ടലിന് വേണ്ടിയിട്ട് മൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെയാണെങ്കിൽ പനിയൊന്നും മാറിയിട്ടില്ല ഗൈസ്. എനിക്ക് എൻ്റെ പനി മാറി, ബട്ട് നമുക്ക് സൗണ്ടും ഒന്ന് ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ തൊണ്ടയിലൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഒന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെയാണെങ്കിൽ ഗൈസ് ഞാൻ 4 പ്രാവശ്യം ചാവാൻ പോയി. അവിടുന്ന് ലാവയെന്ന് വീണ് 2 പ്രാവശ്യം ചാവാൻ പോയി. പിന്നെ ക്രീപ്പർ പൊട്ടിത്തച്ച് ചാവാൻ പോയി. പിന്നെ ഗൈസ് ക്രീപ്പർ പൊട്ടി ചത്താൽ കുഴപ്പമില്ല. ലാവയിൽ വീടാനാണ് കുഴപ്പം ഗൈസ്. സാധനം ഫുള്ള് പോകും. പിന്നെ ആദ്യം മുതൽ ഡയമണ്ട് എല്ലാം ഒപ്പിക്കേണ്ടി വരും. ഓക്കെ, നമുക്കിപ്പം 14 ഒബ്സിഡിയൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്കിനി ബുക്കും കൂടി വേണം, കുറച്ച് ഇതുണ്ടാക്കാൻ. 3 ബുക്കും ഒരു ബുക്കും വേണം ഉണ്ടാക്കാൻ ഗൈസ്. അപ്പോൾ നിങ്ങൾ ബാക്കിയും കൂടി ടൈം ലാപ്സ് കണ്ടോ. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് പോർട്ടലും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ് ഇനി. ഓക്കെ, പിന്നെ ഇന്ന് നമ്മൾ പോർട്ടൽ ഉണ്ടാക്കുക ചെയ്യൂ. നമ്മൾ അതിനോട് പോകുന്നില്ല, ജസ്റ്റ് ചുമ്മാ ഉണ്ടാക്കി വെക്കുക ചെയ്യൂ. കയറിയൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അതും കൂടി കണ്ടോ. അപ്പോൾ പോർട്ടൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിലേറ്റം നോക്കാം, അല്ലെ ലൈവിലേറ്റം നോക്കാം. ലൈവിൽ നമുക്ക് എൻചാൻറ്റിങ് ടേബിളിൽ ഫുള്ള് ബുക്ക് ഷെൽഫ് വെക്കാനുള്ളതാണ്. അപ്പോൾ ലൈവ് ആകുമ്പോഴത്തേക്ക് ഷുഗർ ക്യാനിൽ ഞാൻ കുറേ വളർത്തി വെക്കാം ഗൈസ്. അപ്പം ചെറിയൊരു വീഡിയോ ആണ് എന്നുള്ളായിരുന്നു. ജസ്റ്റ് കുറേ ദിവസമായതുകൊണ്ട് ജസ്റ്റ് ഒരു ചുമ്മാ ചെറിയ വീഡിയോ ഇട്ടാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായാലൊന്ന് ലൈക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഇനി ലൈവിൽ വരാം. ഇന്ന് എല്ലാവരും പോയി ലൈവ് കാണുക. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ ഗൈസ്. എനിക്ക് കയ്യില്ലായിരുന്നു, പിന്നെ കുറേ ദിവസം ആയതുകൊണ്ട് വീഡിയോ ഇട്ടാണ്. ഇനി സൗണ്ടെല്ലാം ശരിയായി കഴിഞ്ഞാൽ വരാം. ഓക്കെ, അപ്പം ബൈ ബൈ. ഓക്കെ, ബൈ ബൈ.